എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുനിൽ ദേവദത്തും, HR ട്രെയിനർ, ക്വിസിഷ്യൻ. എൻ്റെ ചാനലായ സുലൈമാനി വിത്ത് സുനിലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചില മമ്മൂട്ടി ചിന്തകൾ. മമ്മൂട്ടിക്ക് 73 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തിന് 50 വയസ്സും കഴിഞ്ഞു. ഈ അവസരത്തിൽ പുതിയ പടം 2024 അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ വന്നു, ഭ്രമയുഗം. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ചിന്തകൾ. 1971 മമ്മൂട്ടി എന്ന നടൻ ഒന്ന് മുഖം കാണിക്കുന്നത്. അനുഭവങ്ങൾ, പാളിച്ചകൾ. പിന്നീട് ദേവലോകം, മേള, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ തുടങ്ങിയ ചില സിനിമകളിലൂടെ നടനെ അടയാളപ്പെടുത്തി. ഇന്ന് 3 ദേശീയ അവാർഡുകൾ, 9 സംസ്ഥാന അവാർഡുകൾ എന്ന് തുടങ്ങി ഒരു നടന് എത്തിപ്പിടിക്കാവുന്ന ഒരുപാട് അവസരങ്ങളും സൗഭാഗ്യങ്ങളും എത്തിപ്പിടിച്ച ഒരു നടന വിസ്മയമാണ് മമ്മൂട്ടി. 1960 ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ സൈക്കോ എന്ന ചിത്രം വന്നിരിക്കുന്നു. അത് അക്കാലത്തെയും എക്കാലത്തെയും ഏറ്റവും മികച്ച ഹൊറർ ചിത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഇത് പറയാൻ കാരണം 2014 മമ്മൂട്ടി മുന്നറിയിപ്പ് എന്ന ചിത്രത്തിൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നമ്മളെ അതിശയിപ്പിച്ചു. ഇപ്പോൾ 2024 മമ്മൂട്ടിയുടെ മറ്റൊരു മൈൽ സ്റ്റോൺ പടം എന്ന് പറയാവുന്നത് ഈ ഹൊറർ ചിത്രത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്ന ഭ്രമയുഗമാണ്. ശരിക്കും നമ്മളെ ഭ്രമിപ്പിക്കുന്ന ചിത്രം. ഇവിടെ ഈ ഒരു നടനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, മമ്മൂട്ടിയുടെ ഉള്ളിലുള്ള ഒരു ക്രിയേറ്റീവ് ചൈൽഡ്, ഒരു വളരെ സർഗശേഷിയുടെ ഒരു കുഞ്ഞിനെക്കുറിച്ചാണ്. എല്ലാ മികച്ച നടന്മാരുടെ ഉള്ളിലും ഒരു ക്രിയേറ്റീവ് ചൈൽഡ് ഉണ്ടാവും എന്ന് പറയാറുണ്ട്. മമ്മൂട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും അതാണ്. ഒരു നടനം എന്നുള്ളത്, അല്ലെങ്കിൽ അഭിനയം എന്നുള്ളത് ഒരു പാഷൻ പോലെ കൊണ്ടുപോവുകയും ആ പാഷന് വേണ്ടിയിട്ട് എപ്പോഴും തൻ്റെ ഉള്ളിലെ കുഞ്ഞിനെ ഉറങ്ങാതെ നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് മമ്മൂട്ടി ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ ഏകദേശം 410 ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. ഈ ചിത്രങ്ങളെ നമ്മൾ ആകെ എടുത്തു നോക്കുന്ന സമയത്ത് അതിലെ ഉയർച്ചകളും താഴ്ചകളും ഹിറ്റുകളും ഹിറ്റാവാതെ പോയ പടങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിലൊക്കെ നമുക്ക് കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പുതിയ പുതിയ സിനിമകൾക്ക് വേണ്ടി, പുതിയ പുതിയ റോളുകൾക്ക് വേണ്ടി, പുതിയ പുതിയ ചലഞ്ചിങ് ആയിട്ടുള്ള വേഷങ്ങൾക്ക് വേണ്ടി എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനെ നമുക്ക് കാണാൻ പറ്റും. അതൊരു വളരെ അപൂർവമായൊരു കാര്യമാണ്. ചില റോളുകൾ എടുക്കുകയാണെങ്കിൽ യാത്രയ്ക്കും നിറക്കൂട്ടിനും വേണ്ടി മമ്മൂട്ടി മൊട്ടയടിച്ചു എന്നതൊരു വാർത്തയായിരുന്നു. പിന്നെ പുട്ടുർമീസായിട്ട് സൂര്യമാനസത്തിൽ മേക്കപ്പും ഒക്കെ മാറ്റി ഒരു സുന്ദരമായ മുഖം വികൃതമാക്കി എന്ന് വേണ്ട, ഫിസിക്കലായിട്ടുള്ള ഒരു സ്ട്രെയിൻ എടുക്കുന്നതിന് യാതൊരു മടിയില്ലാത്ത ഒരാളായിരുന്നു മമ്മൂട്ടി. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ അഭിനയത്തിലുണ്ടാകുന്ന ഒരു റീഇൻവെൻറ്റിങ്, അതായത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാനും പുതിയ സംവിധായകരോടൊപ്പം സഹകരിക്കുന്നതിനും കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് ഒരു റീഇൻവെൻറ്റിങ് ആണ്. സ്വയം നവീകരിക്കാനുള്ള ഒരു യജ്ഞമാണിത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഹോളിവുഡിലൊക്കെ ഏറ്റവും പ്രഗത്ഭരായ പല നടന്മാരും, അത് അൽ പാസിനോ ആയാലും ശരി, മൈക്കിൾ കെയ്ൻ ആയാലും ശരി, ഫ്രീമാൻ ആയാലും ശരി, ഇവരൊക്കെ 70 വയസ്സിന് ശേഷം മികച്ച വേഷങ്ങൾ കാണിച്ച ആൾക്കാരാണ്. ആ അർത്ഥത്തിൽ മമ്മൂട്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ്. കാരണം തൻ്റെ ഉള്ളിലുള്ള കലാകാരൻ്റെ പുതിയ പുതിയ വെല്ലുവിളികളെ കണ്ടെത്തുന്നതിനും അതുപോലെ സ്വയം ഒന്ന് റീഇൻവെൻറ്റ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അതാണ് ഈ കഴിഞ്ഞ 2023 ഒരു 3 സിനിമ എടുക്കാം നമുക്ക്. ഒന്ന് കാതൽ, രണ്ടാമത്തേത് തൻപകൽ നേരത്ത് മയക്കം, മൂന്നാമത്തേത് കണ്ണൂർ സ്ക്വാഡ്. മൂന്നും ഒരു ലാർജർ ദാൻ ലൈഫ് ഹീറോ ഒന്നുമല്ല. വളരെ വലിയ ഗ്ലാമറൈസ് ചെയ്ത നടന്മാരൊന്നും മാത്രമല്ല, തികച്ചും ഡീഗ്ലാമറൈസ് ചെയ്യപ്പെട്ട ക്യാരക്ടേഴ്സാണ്. ആ കഥാപാത്രങ്ങളൊക്കെ എടുക്കുന്ന ഒരു വെല്ലുവിളിയാണ് ശരിക്കും. ഒരു മെയിൻ സ്ട്രീമിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അത്തരം സിനിമകൾ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു പൊളിച്ചെഴുത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റീഇൻവെൻറ്റിങ് ആണ്. നമ്മുടെ മലയാളികളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും ആശ്വാസകരമായ, ഏറ്റവും സന്തോഷകരമായ കാര്യം മമ്മൂട്ടി ഇത്തരം സിനിമകൾക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ ഭ്രമയുഗത്തിൻ്റെ ഇതിലേക്ക് വരാം. ഭ്രമയുഗം ഒരു മോണോക്രോം മൂവിയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ്.
വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 17-ാം നൂറ്റാണ്ടിലോ 18-ാം നൂറ്റാണ്ടിലൊക്കെ നടക്കുന്ന മിത്തും ആഭിചാരവും ബ്ലാക്ക് മാജിക്കൊക്കെ കലർന്ന ഒരു സ്ക്രിപ്റ്റ് പലപ്പോഴും നമുക്ക് ലോജിക്കലി സെൻസിബിൾ ആണോ എന്ന് സംശയിക്കും. പക്ഷേ മമ്മൂട്ടിയുടെയും അതുപോലെ മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കുന്ന സിദ്ധാർത്ഥ് ഭരതൻ്റെയും അർജുൻ അശോകിൻ്റെയൊക്കെ അഭിനയം കൊണ്ട് ഇതൊരു പടം വേറൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ സൂക്ഷ്മമായ ചലനങ്ങളിലൂടെ, നോട്ടങ്ങളിലൂടെ, കൈവിരൽ കൊണ്ട്, അതുപോലെ മാനറിസം കൊണ്ടൊക്കെ ഒരു കഥാപാത്രത്തിലേക്ക് പകർന്നാടുന്ന ഒരു സിദ്ധിയാണ് മമ്മൂട്ടിയുടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇനിയും കൂടുതൽ പ്രതീക്ഷിക്കാം എന്ന് വരെ ഈ സിനിമ കാണിക്കുന്നു. സിനിമ തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ട ഒരു പടമാണ്. അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമാണ്. എന്ന് മാത്രമല്ല വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള മേക്കിംഗ് ആണ് ഈ പടം. എങ്ങനെ നമുക്കൊരു സിനിമയെ ഒരു ഒരു പേടിപ്പിക്കുന്ന, മറ്റേ സാധാരണ രീതിയിൽ പേടിപ്പിക്കുന്ന സീനുകളൊന്നും കാണിക്കാതെ എങ്ങനെ ഒരു പേടിയുടെ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നതിനെക്കുറിച്ചുള്ള ഒരു നല്ല ദൃഷ്ടാന്തമാണ്. മമ്മൂട്ടിയുടെ യാത്ര ഇനിയും തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് വേണ്ടത് നമ്മൾ മമ്മൂട്ടിക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചലഞ്ചിങ് ആയിട്ടുള്ള റോൾ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം മമ്മൂട്ടിയുടെ ഉള്ളിലെ കഥാപാത്രത്തിനെ മമ്മൂട്ടിയുടെ ഉള്ളിലുള്ള ഒരു നടന് തീർച്ചയായിട്ടും ആ പുതിയ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നതിനും പുതിയ വെല്ലുവിളി ഏറ്റെടുക്കുന്നതിനുമുള്ള ഒരു അനുസ്യൂതമായ ഒരു ശ്രമം മമ്മൂട്ടിയുടെ ഭാഗത്തുണ്ട്. നന്ദി, നമസ്കാരം.